ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. 2 സുപ്രധാന ഹൈവേ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചു. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി രാജ്യം. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. സംസ്ഥാനത്ത് പുതുവത്സരാഘോഷ കേന്ദ്രങ്ങളിൽ ജനത്തിരക്കേറി. 100 മില്ലിഗ്രാമിൽ കൂടുതലുള്ള നിമൈസുലൈഡ് അടങ്ങിയ എല്ലാ ഓറൽ മരുന്നുകളുടെയും നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ കയറ്റുമതി വ്യാപാരികൾക്ക് ആഗോള വിപണികളിലേക്കുള്ള പ്രവേശനം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മാർക്കറ്റ് ആക്സസ് സപ്പോർട്ട് ദൌത്യത്തിന് തുടക്കമായി. രാംലല്ല പ്രാണപ്രതിഷ്ഠ വാർഷികാഘോഷങ്ങൾ അയോധ്യയിൽ ഭക്തിനിർഭരമായി പുരോഗമിക്കുന്നു. വാർഷികാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. വാർത്തകൾ വിശദമായി. 2 പ്രധാന ഹൈവേ പദ്ധതികൾക്ക് ഇന്ന് അംഗീകാരം നൽകി കേന്ദ്ര മന്ത്രിസഭായോഗം. നാസിക് സോലാപൂർ 6 വരി ഹൈവേ ഇടനാഴി, ഒഡീഷയിലെ ദേശീയപാത 326 വീതികൂട്ടൽ എന്നീ പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയത്. 374 കിലോമീറ്റർ ദൈർഘ്യമുള്ള നാസിക് സോലാപൂർ ഹൈവേ ഇടനാഴി 19,142 കോടി രൂപ ചെലവിലാണ് നിർമ്മിക്കുന്നത്. നാസിക്, അഹല്യാനഗർ, സോലാപൂർ തുടങ്ങിയ പ്രധാന നഗരങ്ങളെ കുർണൂലുമായി ബന്ധിപ്പിക്കുന്നതാണ് നിർദ്ദിഷ്ട പദ്ധതി. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങി രാജ്യം. വിവിധ നഗരങ്ങളിൽ പുതുവത്സരാഘോഷത്തിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. രാജ്യത്തെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും നഗരങ്ങളുമെല്ലാം പുതുവത്സരം ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. ആഘോഷ കേന്ദ്രങ്ങളിലെല്ലാം കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൌരന്മാർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പുതുവത്സരാശംസകൾ നേർന്നു. എല്ലാവർക്കും സമാധാനവും സന്തോഷവും സമൃദ്ധിയും നൽകുന്ന 2026 ശക്തവും സമ്പന്നവുമായ ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിന് പുതിയ ഊർജ്ജം പകരുമെന്നും രാഷ്ട്രപതി പ്രത്യാശ പ്രകടിപ്പിച്ചു. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിലെ പുതുവത്സരാഘോഷ കേന്ദ്രങ്ങളിൽ ജനത്തിരക്കേറി. പുതുവത്സരം ആദ്യമെത്തിയ കരീബാസിൽ ജനങ്ങൾ ആവേശത്തോടെയാണ് അതിനെ വരവേറ്റത്. ഓസ്ട്രേലിയ, ന്യൂസിലാന്റ് എന്നിവിടങ്ങളിലും പുതുവത്സരത്തിന് തുടക്കമായി. ഒരേ ലോഞ്ചറിൽ നിന്ന് തുടർച്ചയായി 2 പ്രാലയ് മിസൈലുകളുടെ വിക്ഷേപണം വിജയകരമായി പരീക്ഷിച്ച് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO. ഒഡീഷ ചണ്ഡിപ്പൂരിലായിരുന്നു വിക്ഷേപണം. 2 മിസൈലുകളും ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത അത്യാധുനിക സോളിഡ് പ്രൊപ്പല്ലന്റ് ക്വാസി ബാലിസ്റ്റിക് മിസൈലാണ് പ്രാലയ്. വിവിധ ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് ഒന്നിലധികം തരം പോർമുനകൾ വഹിക്കാൻ മിസൈലിന് കഴിയും. ഉത്തർപ്രദേശിലെ അയോധ്യയിൽ നടക്കുന്ന രാംലല്ല പ്രാണപ്രതിഷ്ഠ വാർഷികാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. വിശ്വാസത്തിന്റെയും പാരമ്പര്യത്തിന്റെയും ദിവ്യമായ ഉത്സവമാണിതെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള രാമഭക്തർക്ക് വേണ്ടി ശ്രീരാമപാദങ്ങളിൽ പ്രണാമമർപ്പിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. രാംലല്ല പ്രാണപ്രതിഷ്ഠ വാർഷികാഘോഷങ്ങൾ അയോധ്യയിൽ ഭക്തിനിർഭരമായി പുരോഗമിക്കുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി ഇന്ന് നിരവധി പരമ്പരാഗത യാഗഹവനങ്ങളും പൂജകളും നടക്കുന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഉൾപ്പെടെ നിരവധി പേർ ഈ ചരിത്ര നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. പെർക്കോട്ടയിലെ അന്നപൂർണ ക്ഷേത്രത്തിന് മുകളിൽ ധ്വജാരോഹണം നടത്തിയ ശ്രീ രാജ്നാഥ് സിംഗ് നേരത്തെ ഹനുമാൻഗഡ് ക്ഷേത്രത്തിൽ ദർശനപൂജയും നടത്തി. ഇന്ത്യൻ കയറ്റുമതി വ്യാപാരികൾക്ക് ആഗോള വിപണികളിലേക്കുള്ള പ്രവേശനം ശക്തിപ്പെടുത്തുന്നതിനായി മാർക്കറ്റ് ആക്സസ് സപ്പോർട്ട് ദൌത്യത്തിന് തുടക്കമിട്ട് കേന്ദ്ര സർക്കാർ. MSMEകൾ, ആദ്യമായി കയറ്റുമതി ചെയ്യുന്നവർ, മുൻഗണനാ മേഖലകളിൽ നിന്നുള്ള സ്ഥാപനങ്ങൾ എന്നിവർക്ക് പിന്തുണ നൽകുന്നതാണ് കയറ്റുമതി പ്രോത്സാഹന മിഷന് കീഴിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി. വിശദാംശങ്ങളിലേക്ക്. കയറ്റുമതി പ്രൊമോഷൻ മിഷൻ, വാണിജ്യ വകുപ്പ്, MSME മന്ത്രാലയം, ധനകാര്യ മന്ത്രാലയം എന്നിവ സംയുക്തമായാണ് മാർക്കറ്റ് ആക്സസ് സപ്പോർട്ട് അഥവാ വിപണി ഇടപെടൽ പിന്തുണ പദ്ധതി നടപ്പാക്കുന്നത്. വിദേശത്തുള്ള ഇന്ത്യൻ മിഷനുകൾ, കയറ്റുമതി പ്രൊമോഷൻ കൌൺസിലുകൾ, കമ്മോഡിറ്റി ബോർഡുകൾ, മറ്റ് വ്യവസായ അസോസിയേഷനുകൾ എന്നിവയുമായി സഹകരിച്ച് പ്രവർത്തിക്കും. ഇതിലൂടെ ആഗോള വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം വർദ്ധിപ്പിക്കുന്നതിലും വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും അന്താരാഷ്ട്ര വ്യാപാര മേളകളിലും പ്രദർശനങ്ങളിലും പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും സഹായകമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് ഘടനാപരവും സാമ്പത്തികവും സ്ഥാപനപരവുമായ പിന്തുണ നൽകും. ഈ വർഷം നവംബർ 12-ന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയ പദ്ധതിയാണ് ഇന്നു മുതൽ പ്രാബല്യത്തിലായത്. 2025-26 മുതൽ 2030-31 വരെ 25,000 കോടിയിലധികം രൂപയുടെ കയറ്റുമതിയാണ് ലക്ഷ്യമിടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
മുൻ പ്രധാനമന്ത്രിയും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർപേഴ്സണുമായ അന്തരിച്ച ബീഗം ഖാലിദ സിയയ്ക്ക് വിട നൽകി ബംഗ്ലാദേശ്. ധാക്കയിലെ മണിക്-മിയ അവന്യൂവിലായിരുന്നു സംസ്കാരം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഉൾപ്പെടെയുള്ള വിദേശ പ്രമുഖരും നേപ്പാൾ, ശ്രീലങ്ക, പാകിസ്ഥാൻ, മറ്റ് ദക്ഷിണ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികളും അന്തിമോപചാരം അർപ്പിക്കാനെത്തിയിരുന്നു. ബംഗ്ലാദേശിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായ ഖാലിദ സിയ ദീർഘകാല രോഗത്തെ തുടർന്ന് ഇന്നലെയാണ് അന്തരിച്ചത്. 100 മില്ലിഗ്രാമിന് മുകളിൽ നിമൈസുലൈഡ് അടങ്ങിയ മരുന്നുകളുടെ നിർമ്മാണവും വിൽപ്പനയും നിരോധിച്ച് കേന്ദ്ര സർക്കാർ. കടുത്ത വേദനയ്ക്കുള്ള ചികിത്സയ്ക്ക് വ്യാപകമായി ഉപയോഗിക്കുന്ന നിമൈസുലൈഡ് അടങ്ങിയ മരുന്നുകളുടെ ഉപയോഗം മനുഷ്യർക്ക് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന വിവരത്തിലാണ് നടപടി. നിമൈസുലൈഡിന് പകരം ഉപയോഗിക്കാവുന്ന സുരക്ഷിതമായ മരുന്നുകൾ വിപണിയിൽ ലഭ്യമാണെന്നും സർക്കാർ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. കേന്ദ്ര സർക്കാരിന്റെ 2026ലെ കലണ്ടർ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. 2047ലെ വികസിത ഭാരതത്തിലേക്കുള്ള രാജ്യത്തിന്റെ ദേശീയ യാത്രയിലെ സുപ്രധാന അധ്യായങ്ങൾ അടയാളപ്പെടുത്തുന്നതാണ് കലണ്ടർ. ഈ വർഷത്തെ കലണ്ടറിന്റെ പ്രമേയം ഭാരതം 2047 എന്നതാണെന്നും സ്വന്തം സ്വത്വത്തിൽ സുരക്ഷിതവും സ്ഥാപനങ്ങളിൽ ശക്തവും ദീർഘകാല കാഴ്ചപ്പാടിൽ വ്യക്തതയുള്ളതുമായ ഒരു രാഷ്ട്രത്തെയാണ് ഇത് പ്രതിഫലിപ്പിക്കുന്നതെന്നും കേന്ദ്ര സഹമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. The theme of this year calendar, Bharat at 2026, our Honorable Prime Minister's vision that Seva, Susasan or Samriddhi, captures India at a moment of assured confidence. It reflects a nation that is secure in its identity, strong in its institutions and clear in its long-term vision. തീയതികളുടെയും അവധി ദിനങ്ങളുടെയും വെറുമൊരു പട്ടിക മാത്രമല്ല ഈ കലണ്ടറെന്നും മറിച്ച് നമ്മുടെ രാജ്യം പ്രതീക്ഷിക്കുന്ന മുൻഗണനകൾ, മൂല്യങ്ങൾ, ദിശാബോധം എന്നിവയെ ദൃശ്യപരമായും പ്രമേയപരമായും പ്രതിഫലിപ്പിക്കുന്ന വിവരമാണിതെന്നും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സെക്രട്ടറി സഞ്ജയ് ജാജു പറഞ്ഞു. And it's not just a mere listing of dates and holidays, but actually it's a very carefully curated narrative that visually and thematically captures the priorities, values and the direction our nation is expected to take with the help of Government of India. വിശുദ്ധ പിപ്രാഹ്വ തിരുശേഷിപ്പുകളുടെ പ്രദർശനം ശനിയാഴ്ച ന്യൂഡൽഹിയിലെ റായ് പിത്തോറ സാംസ്കാരിക സമുച്ചയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ശാക്യവംശജർ പ്രതിഷ്ഠിച്ച ഗൌതമ ബുദ്ധന്റെ ഭൌതിക അവശിഷ്ടങ്ങളുമായി ബന്ധപ്പെട്ട പിപ്രാഹ്വ തിരുശേഷിപ്പുകൾ 19ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ് കണ്ടെത്തിയത്. ലോട്ടസ് ലൈറ്റ് റെലിക്സ് ഓഫ് ദി അവേക്കൻഡ് വൺ എന്ന പേരിൽ സാംസ്കാരിക മന്ത്രാലയമാണ് ഈ പ്രദർശനം സംഘടിപ്പിക്കുന്നത്. 2026 മാർച്ച് 3 നടത്താൻ നിശ്ചയിച്ചിരുന്ന CBSE 10, 12 ക്ലാസുകളിലെ ബോർഡ് പരീക്ഷകളിൽ മാറ്റം. മാർച്ച് 3 10ാം ക്ലാസ് പരീക്ഷ മാർച്ച് 11ലേക്കും 12ാം ക്ലാസ് പരീക്ഷ ഏപ്രിൽ 10ലേക്കുമാണ് മാറ്റിയത്. മറ്റു പരീക്ഷകളിൽ മാറ്റമില്ല. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനം ജനുവരി 20 മുതൽ വിളിച്ചു ചേർക്കാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം ഗവർണറോട് ശുപാർശ ചെയ്തു. കൊച്ചി ക്യാൻസർ റിസർച്ച് സെന്ററിൽ 159 തസ്തികകൾ സൃഷ്ടിക്കും. തലശ്ശേരിയിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ അധിക ബെഞ്ച് തുടങ്ങാനും അനുമതി നൽകി. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്തുകളിലെയും നഗരസഭകളിലെയും സാംസ്കാരിക നിലയങ്ങളിലും പഞ്ചായത്ത് ലൈബ്രറികളിലും ശിശുമന്ദിരങ്ങളിലും നഴ്സറി സ്കൂളുകളിലും ഓണറേറിയം ദിവസവേതന അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു വരുന്നവരെ നടപടിക്രമങ്ങൾ പാലിച്ച് സ്ഥിരപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കുന്ന പ്രത്യേക ചർച്ചകൾ 2026 ജനുവരി 1 മുതൽ തിങ്കളാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യും. സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. നാളെ ഉച്ചയ്ക്ക് 1:45 ആത്മനിർഭർ ഭാരത് എന്ന വിഷയത്തിൽ പ്രശസ്ത സാമ്പത്തിക വിദഗ്ധ മേരി ജോർജുമായുള്ള സംഭാഷണം കേൾക്കാവുന്നതാണ്. ലോകവേദിയിൽ ഇന്ത്യയുടെ വികസന വളർച്ചയുടെ നിർണായക അധ്യായമായിരുന്നു 2025. ഇന്ത്യയുടെ ഉൽപ്പാദന മേഖലയിലെ കുതിപ്പിനെക്കുറിച്ചാണ് പരിഷ്കാരങ്ങളുടെ വർഷം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന്. ഈ വർഷം ദക്ഷിണാഫ്രിക്കയിൽ വിറ്റഴിക്കപ്പെട്ട കാറുകളിൽ പകുതിയും ഇന്ത്യൻ നിർമ്മിതമാണെന്നാണ് റിപ്പോർട്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 2 സുപ്രധാന ഹൈവേ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചു. പുതുവർഷത്തെ വരവേൽക്കാനൊരുങ്ങിയ രാജ്യം. ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. സംസ്ഥാനത്ത് പുതുവത്സരാഘോഷ കേന്ദ്രങ്ങളിൽ ജനത്തിരക്കേറി.
100 മില്ലിഗ്രാമിൽ കൂടുതലുള്ള നിമൈസുലിനടങ്ങിയ എല്ലാ ഓറൽ മരുന്നുകളുടെയും നിർമ്മാണം, വിൽപ്പന, വിതരണം എന്നിവ നിരോധിച്ച് കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ കയറ്റുമതി വ്യാപാരികൾക്ക് ആഗോള വിപണികളിലേക്കുള്ള പ്രവേശനം ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച മാർക്കറ്റ് ആക്സസ് സപ്പോർട്ട് ദൌത്യത്തിന് തുടക്കമായി. രാംലല്ല പ്രാണപ്രതിഷ്ഠ വാർഷികാഘോഷങ്ങൾ അയോധ്യയിൽ ഭക്തിനിർഭരമായി പുരോഗമിക്കുന്നു. വാർഷികാഘോഷങ്ങൾക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35-ന്.